ഇപ്പോഴേ 3-4 മാസത്തിന് മുമ്പ് നമ്മുടെ വിഴിഞ്ഞത്ത് ഒരു കാറ്റ് കാരണം 2 പേര് മരണപ്പെട്ടില്ലേ? അന്ന് ഈ കാണുന്ന ചേട്ടന് നമ്മുടെ വിഴിഞ്ഞത്ത് ഇവർ പണിക്ക് പോയ വള്ളവും കാണാതായിട്ടുണ്ടായിരുന്നു. ജെറോൺ ചേട്ടൻ്റെ വള്ളമല്ലേ അത്? ജെറോൺ ചേട്ടൻ്റെ വള്ളത്തിലാണ്, റോബിൻസൺ ചേട്ടൻ്റെ വള്ളത്തിലാണ് ഇവർ പണിക്ക് പോയിട്ടുണ്ടായിരുന്നത്. 4 പേരല്ലേ അതിൽ? 4 പേരാണ്. അപ്പോൾ ചേട്ടാ അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആ കാറ്റത്ത് എന്താണ് സംഭവിച്ചത്? ഞങ്ങളെ വല വിട്ട് കിടക്കുമ്പോൾ ഉറക്കെ പറയാം, നമ്മുടെ കൂട്ടുകാർ കേൾക്കട്ടെ. വല വിട്ട് കിടക്കുമ്പോൾ പിന്നെ വല വലിക്കാൻ പറ്റില്ല. ഒരു ഇഞ്ചിന് സൈഡിലുള്ള ഇഞ്ചിന് കംപ്ലൈൻ്റ് ആയി. വല 20 കായ് വല കൈവച്ച് വലിച്ചെടുത്ത് കൈയെല്ലാം ഭയങ്കര വേദന. ഒടുവിൽ പിന്നെ കട്ട് ചെയ്ത് വിട്ടു വലയെ രക്ഷപ്പെടാണ്ടി കട്ട് ചെയ്ത് വിട്ട് ഈ ഡെമ്പാടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ സാൻഡ് പൊട്ടിപ്പോയി. ആ സാൻഡ് പൊട്ടിപ്പോയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കാറ്റത്ത് അങ്ങനെ ഒഴുകി അങ്ങനെ പോയി. വേറൊരു എഞ്ചിൻ ഉണ്ടായിരുന്നല്ലോ, അതെന്ത്? അത് സൈഡിലുള്ള ഇഞ്ചിന് റിപ്പയറായി പോയി. അത് കംപ്ലൈന്റ് ആയി. അതിനുശേഷം നമ്മുടെ തമിഴ്നാട് മോഡൽ ലെമ്പാടി എന്ന് പറയുന്നത് ആ ഇഞ്ചിന്റെ സ്റ്റാൻഡ് പൊട്ടിപ്പോയി. അപ്പൊ അതിനുശേഷം ചേട്ടാ എന്തായി? കാറ്റത്ത് ഒഴുകി അതുവരെയാ പോയത്? കന്യാകുമാരി 2 ദിവസം കഴിഞ്ഞപ്പോൾ കന്യാകുമാരി പിടിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ഫോൺ ഇതിലുണ്ടായിരുന്നു. കന്യാകുമാരി അടുത്ത് വന്നപ്പോൾ റേഞ്ചിൽ മൊബൈലിൽ വിളിച്ച് ഇവർ പോസ്റ്റ് കാർഡ് വന്നാണ് പിന്നെ കരയിൽ കൊണ്ടുപോകും. മെറൈൻ എൻഫോഴ്സ്മെന്റ് വന്നല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ ഇവരെ അന്ന് പണിക്ക് പോയപ്പോൾ ഇവർക്ക് 2 ഇഞ്ചിനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഇഞ്ചിന് കംപ്ലൈൻ്റ് ആയി. അതായത് നമ്മുടെ സാധാരണ പെട്രോളും മണ്ണെണ്ണയും കൂടെ വരുന്ന സുസുക്കിയുടെ ഇഞ്ചിന് കംപ്ലൈൻ്റ് ആയി. അതിനുശേഷം ഇവർക്കുണ്ടായിരുന്ന ലെമ്പാടി, അതായത് തമിഴ്നാട് മോഡൽ ഇഞ്ചിന്, അത് സ്റ്റാൻഡ് പൊട്ടിപ്പോയതിന് ശേഷം 2 ദിവസം ഇവർ കര സൈഡിൽ കൂടെ തന്നെയാണ് ഇവർ വള്ളം ഒഴുകി ഏകദേശം നമ്മുടെ കന്യാകുമാരി അടുപ്പിച്ചെത്തിയപ്പോഴത്തേക്കും ഇയാളെ ചെറിയ മൊബൈലിൽ റേഞ്ച് വന്നതിന് ശേഷമാണ് നമ്മുടെ വിഴിഞ്ഞത്ത് മെസ്സേജ് കൊടുക്കുകയും അതിനുശേഷം നമ്മുടെ മെറൈൻ എൻഫോഴ്സ്മെൻറ്റ് പോയിട്ടാണ് ഇവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? ചേട്ടൻ്റെ വള്ളവും ഈ വലയും സാധനം എല്ലാം അവർ കൊണ്ടു തന്നെയല്ലോ വന്നത്? എല്ലാം പോയി. വള്ളം മാത്രം കൊണ്ടുവന്ന് അതിലുള്ള ഇഞ്ചിനും അതുപോലെ വലയും സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം 2 ദിവസത്തിന് ശേഷമാണ് നമ്മുടെ മീഡിയക്കാരെല്ലാം വന്ന് ഇതുപോലെ ചർച്ചാ വിഷയം ആയതിനു ശേഷമാണ് ഇവരുടെ 4 പേരുടെയും ജീവൻ നമ്മുടെ ദൈവം സഹായിച്ച് തിരികെ കിട്ടിയല്ലേ ചേട്ടാ? അപ്പോൾ എങ്ങനെ വിചാരിച്ച് ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഫോൺ തന്നെയാണ്. ഫോണിൽ ഈ സിഗ്നൽ കിട്ടാൻ പോയിട്ട് മാത്രമാണ് ഈ 4 പേരുടെയും ജീവൻ തിരികെ കിട്ടിയതെന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത്. ശരി ചേട്ടാ, എല്ലാവർക്കും ഒരു ബായ് പറഞ്ഞു. ഓക്കെ.